ഓണമാണ്. എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലാണ്. എനിക്കറിയാം. ഞാനും നിങ്ങളോടുകൂടെ ഓണം പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുകയാണ്. ഞാൻ സെബാൻ. ഇന്ന് നിങ്ങളോടുകൂടെ ഓണത്തിന് നമ്മോടുകൂടെ പങ്കുചേരാൻ എത്തിയിരിക്കുന്നത് TVC ഫാക്ടറി എന്നറിയപ്പെടുന്ന സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 ആർട്ട് ഫിലിം കമ്പനിയായ TVC ഫാക്ടറിൻ്റെ എല്ലാ മെമ്പേഴ്സും നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമുക്കിന്ന് അവരോടുകൂടെ ഓണം പങ്കുവയ്ക്കാം. എന്താണ് ഓണത്തിന് നിങ്ങളെല്ലാവരും കണ്ടില്ലേ? ഞാനിങ്ങനെ മുണ്ടും ഇതൊക്കെ ഇട്ട് കൂളിംഗ് ഗ്ലാസിൻ്റെ കുറവ് ചുമ്മാ വെച്ചതാണ്. നിങ്ങൾക്ക് ക്ഷമിക്കുക. എന്തായാലും ആദ്യം തന്നെ നിങ്ങൾക്ക് വൺ ടിവിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും വൺ ടിവിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും നേരുന്നു. അപ്പം നമുക്ക് TVCയിലെ വിശേഷങ്ങൾ കേൾക്കാം. ഇന്ന് നമ്മോട് ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് TVC ഫാക്ടറിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരുപാട് പേർക്ക് അറിയാം. എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാണ്, TVC ഫാക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, സൗത്ത് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ആർട്ട് ഫിലിം മേക്കിംഗ് കമ്പനിയാണ്. അതിന് വേറെ പ്രത്യേകതയും കൂടെ ഉണ്ട്. ഒരുപാട് യുവജനങ്ങൾ കൂടിച്ചേർന്നുള്ള ഒരു കൂട്ടായ്മയാണ്. അവരുടെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. അപ്പം നമ്മളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കേണ്ട ഒരുപാട് പേരുണ്ട്. നമുക്ക് സുപരിചിതമായ 2 ഫേസ് ഉണ്ട് ഇതിൽ. അവരെ ആദ്യം തന്നെ നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ സ്വന്തം ദിനേശ് ചേട്ടൻ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഫിലിമിലൊക്കെ ഒരുപാട് ഫിലിമിൽ നമ്മൾ കണ്ട് പരിചയമുള്ളൊരു ഫേസാണ്. അടുത്ത നമ്മുടെ സുജയ് ചേട്ടൻ, ബാംഗ്ലൂർ ഡേയ്സിലെ കോച്ചിനെ മറന്നിട്ടുണ്ടാവില്ല. നമ്മുടെ അവതാരത്തിലെ കമ്മീഷണറെ നമ്മൾ ഒരിക്കലും മറക്കില്ല. അപ്പോൾ 2 പേരുണ്ട്. ബാക്കിയുള്ളവരെ സുജയ് ചേട്ടനെ പരിചയപ്പെടുത്തും, ഓരോ ആൾക്കാരെ. ഹായ്, നമ്മുടെ ടീംമേറ്റ്സിനെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്താം. ഫൈസൽ കമ്പനിയുടെ പാനൽ ഡയറക്ടറാണ്. മിഥുൻ കമ്പനിയുടെ ജനറൽ മാനേജറാണ്. ഗൗതം ഡയറക്ടർ. അബിൻ ഡയറക്ടർ. വിനീത് ഡയറക്ടർ. വിനീത് ചേട്ടന് വേറെ പ്രത്യേകത കൊണ്ട് ലിംക റെക്കോർഡിൽ അല്ലേ? അതെ, വിനീത് ഒരു കൊച്ചുമിടുക്കനാണ്. അവനൊരു ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഹോൾഡറാണ്, വിന്നറാണ്. ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ഒരാള് അവാർഡ് വിൻ ചെയ്തത് വിനീതാണ്. മോഷൻ വിദഗ്ധൻ എന്ന് പറയാം അല്ലേ? മൈക്കെടുക്കൂ. ആരെങ്കിലും വിനീത് കഴിഞ്ഞ പിന്നെ ഡിനു നമ്മുടെ കമ്പനിയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടറാണ്. ഓക്കെ. സോ ബേസിക്കലി ഇതാണ് നമ്മുടെ TVC ഫാക്ടറിയുടെ ഒരു സ്ട്രെങ്ത്. TVC ഫാക്ടറിയിലെ പ്രമുഖരാണ്. ഇനിയും ഉണ്ട് പ്രമുഖർ. നമുക്ക് സ്ഥലം പരിമിതിയുള്ള കാരണം അവരെയൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. വേറെ പ്രത്യേകതയുണ്ട്. ഇതൊരു ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ് അല്ലേ ദിനേശ് ചേട്ടാ? അല്ലേ? ഒരുപാട് തിരക്കുകളുള്ള 2 വ്യക്തികളാണ് ദിനേശ് ചേട്ടനും സുജയ് ചേട്ടനും. ഞങ്ങളുടെ കൂടുതലുള്ള ഏറ്റവും ചെറുപ്പക്കാരെന്ന് തോന്നുന്ന 2 ആൾക്കാരാണ് സുജയ് ചേട്ടൻ. ചെറുപ്പം മനസ്സിലാണ് കാത്തു സൂക്ഷിക്കേണ്ടതെന്ന് പറയും. പക്ഷെ ഞങ്ങൾ ശരീരത്തിലും മനസ്സിലും കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഫൈസലിന് അതിൽ ചെറിയ വിഷമമുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, നമ്മള് ഇവരുടെ ഒരു സൗന്ദര്യമാണ് നമ്മളെ എനർജി. ഇതിൽ എനിക്ക് ഏറ്റവും സുപരിചിതനായ വ്യക്തി എന്ന് പറയുന്നത് ഫൈസലാണ്. ഫൈസൽ റാസി. എന്താണ്, ഞങ്ങൾ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ് അല്ലേ ഫൈസൽ? സെബാൻ, ഈ ഓണപരിപാടിയായിട്ട് TVC ഫാക്ടറിനെ സെലക്ട് ചെയ്യാൻ പ്രത്യേകിച്ച് വല്ല കാരണമുണ്ടോ? കാരണം ഇതുപോലെ ഒരുമയുടെ ഭാഗമായിട്ടാണോ? അങ്ങനെ വല്ല ചിന്തയുണ്ടോ? 100%. കാരണം ഞാൻ അറിഞ്ഞിടത്തോളം ഒരുപാട് നിങ്ങൾ എല്ലാവർക്കും അറിയാം, പലരും ആർട്ട് ഫിലിം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അവരെല്ലാം ഒരു തലയേ ഉള്ളൂ, ഇൻഡിവിജ്വൽസ് ആണ്. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി അവരവരുടെ ഹെഡ് പറയുന്നു, ബാക്കിയുള്ളവർ ചെയ്യുന്നു. പക്ഷെ നിങ്ങളങ്ങനെയല്ലല്ലോ. നിങ്ങളൊരു വലിയ കൂട്ടായ്മയാണ്. ഒരുപാട് ചെറുപ്പക്കാർ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് എന്താണ്, സൗത്ത് ഇന്ത്യയിൽ പോലും ഇങ്ങനൊരു ഇന്ത്യയിൽ തന്നെ ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നുന്നു. കൂട്ടി പറയട്ടെ, ഇത് ലോകത്ത് തന്നെ ഇല്ല. അതാണ് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. ഓക്കെ. ഇതിപ്പോ ഇവരെല്ലാം ഇൻഡിവിജ്വലി ആഡ് ഫിലിം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ നമ്മൾ ഒരു അംബ്രലയുടെ കീഴിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടു നടക്കുക എന്ന് പറയുന്നതിന്റെ പുറകിൽ വലിയൊരു ക്ഷമയും വലിയൊരു സഹനവും ഒക്കെ ഉണ്ട്. അതിന്റെ ക്രെഡിറ്റ് 2 പേർക്കും, അതിന്റെ ക്രെഡിറ്റ് ദൈവത്തിന് മാത്രമാണ്. എന്നാലും ഉണ്ടല്ലോ, നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ക്രെഡിറ്റ് ഉണ്ട്. അല്ല, ഇവരെ ഞാൻ ജബാന്റെ അടുത്ത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ടീം സ്പിരിറ്റിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ TVC ഫാക്ടറിയിൽ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ടീം സ്പിരിറ്റ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നവരൊക്കെ ഇവിടെ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അതില്ലാത്ത ആൾക്കാർ TVC ഫാക്ടറി വിട്ടുപോകും. അപ്പം പിന്നെ ഇതിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ഇപ്പോൾ ഫൈസലിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ഫൈസലിന് നെഗറ്റീവ് ഉണ്ടെങ്കിലും മറ്റുള്ളവർക്ക് അത് പോസിറ്റീവാണ്.
അപ്പോൾ ആ പോസിറ്റീവ് കൊണ്ട് ഫൈസൽ ഒരു പെർഫെക്റ്റായി മാറുകയാണ്. അതുപോലെ തന്നെ തിരിച്ചും അതെ, നീ പേടിക്കണ്ട. കൂടുതൽ കുറച്ച് നെഗറ്റീവുള്ള ആളായതുകൊണ്ട് അപ്പൊ ചേട്ടാ അങ്ങനെയൊക്കെ പറഞ്ഞ് പെണ്ണിട്ടതാകും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇനി ഇപ്പൊ ഈ പെമ്മക്കൾക്ക് അപ്പൊ കേട്ടിയോ? ഞങ്ങളാരും പറഞ്ഞില്ല. എന്താ പൈസ കല്യാണം കഴിച്ചോ? അല്ല ഇതിപ്പോ ഞാനും ഡിനും ദിനേശും ഒക്കെ മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ. ബാക്കി പെമ്പിള്ളേർക്ക് ചെറുക്കന്മാരെ അന്വേഷിക്കുന്നവർക്ക് ഏറ്റവും നല്ല ചെറുക്കന്മാരാണ്. അതൊരു പ്രത്യേക കാര്യമാണ്. ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ട് ഇതേ ഇനിയുണ്ട് ഒരു കൂട്ടം പുറത്ത് പോയിട്ട് വരും ഇപ്പം ഇവരുടെ കൂട്ടത്തിൽ തന്നെയാണ്. പരസ്യമാണോ ചെയ്യാൻ പോകുന്നത്? അപ്പൊ നമ്മള് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഒക്കെ വിചാരിച്ചപ്പോ എല്ലാവരും പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും ഒരുപോലെ വേഷം ധരിക്കാം. അപ്പൊ എല്ലാവർക്കും ഉള്ളൊരു വേഷം നോക്കി കഴിഞ്ഞപ്പോ ഒരു വൈറ്റ് ഷർട്ട്, ഞങ്ങള് മിക്കവാറും വൈറ്റ് ഷർട്ട്സിന്റെ ആളുകളാണ്. അത് തന്നെ ഒരു കൂട്ടായ്മയാണല്ലോ. എല്ലാവരും മനസ്സ് തന്നെ വെളുത്താണ്. അപ്പൊ ആ ഒരു പരിശുദ്ധി, മനസ്സ് മാത്രമാണ് വെളുത്തത്, ശരീരം വെളുത്ത കുറച്ച് കിട്ടും. ഈ TVC ഫാക്ടറി പേരിടാൻ എന്താണ് ഒരു കാരണം? നിങ്ങൾ രണ്ടുപേരും കൂടെ സെലക്ട് ചെയ്ത പേരാണോ? ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഗ്രൂപ്പ് ഡിസ്കഷന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പേരും വന്നത്. നമ്മുടെ ഈ പേരിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ TVC എന്ന് പറയുന്നത് ടെലിവിഷൻ കമേഴ്ഷ്യൽ. നമ്മുടെ ആഡ് ഫിലിംസിനൊക്കെ ഇൻഡസ്ട്രിയിൽ പറയുന്ന പേര് ടെലിവിഷൻ കമേഴ്ഷ്യൽ എന്നാണ്. അതിന്റെ ചുരുക്കപ്പേരാണ് TVC. അതിനെ ഒരു ഫാക്ടറി കൂടെ ചേർക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ഞങ്ങളുടെ മനസ്സാണ്. ഞങ്ങൾ അധികം ചാർജ് ചെയ്യില്ല. ഞങ്ങൾ പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ മുകളിൽ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് നമ്മുടെ വളരെ ചെറിയൊരു പെർസെൻറ്റേജ്, ആ പെർസെൻറ്റേജ് തന്നെ വരുമ്പോഴാണ് TVC ഫാക്ടറി എന്നൊരു പേര് കറക്റ്റ് ആവുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ചെറിയ പരസ്യം മുതൽ വലിയ വൻകിട പരസ്യങ്ങൾ വരെ ചെയ്യാറുണ്ട് അല്ലേ? ഒന്നും വിട്ട് കളയാറില്ല, ആരെയും ധിക്കരിച്ച് കളയാറില്ല. ഇത് ചെയ്യില്ല, അല്ലെങ്കിൽ ഒരു ഇത്ര ചെറിയൊരു എമൗണ്ട് കൊണ്ട് വന്നു കഴിയുമ്പോൾ അയ്യോ ഞങ്ങളിത് ചെയ്യില്ല, അങ്ങനെയൊന്നുമില്ല അല്ലേ? എല്ലാം ചെയ്യും. ഇപ്പോൾ ഒരു 1 ലക്ഷം രൂപ ഒരു ക്ലയന്റിന് ബജറ്റ് ഉള്ളൂ. ആ ക്ലയന്റിന്റെ ബജറ്റും അതിപ്പോൾ 2 കോടിയുടെ ഫിലിം ആണെങ്കിലും നമ്മൾ, അതാണ് ഇവരുടെ വിജയത്തിന് ഏറ്റവും വലിയ ഒരു കാര്യം തന്നെ. ആരെയും വിട്ടുകളാതെ എല്ലാവരെയും കൂടുതൽ ചേർത്ത് ഒരുമിച്ച് കൊണ്ടുപോകുന്നത് അല്ലേ? ഒരു ഐക്യം. ഇന്ന് ചെറുതായിട്ട് വരുന്ന ഒരു ക്ലയന്റ് ആണ് നാളെ വലുതായിട്ട്. നമ്മള് അവരെ ബിഗിനിങ്ങിൽ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവർക്കും അവരുടെ ഒപ്പം നമുക്കും വളരാൻ പറ്റും. നമുക്ക് മാത്രമായിട്ട് ഒരിക്കലും വളരാൻ പറ്റില്ല. അപ്പോൾ ക്ലയന്റ് വളർന്നാലാണ് നമുക്കും വളരാൻ പറ്റുക. അതുകൊണ്ട് എനി സപ്പോർട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കൊടുക്കും. അതാണ് നമ്മുടെ സ്ട്രെങ്ത്. ഈ ഭാഗത്തു നിന്നാണ് വർത്താനം പറയുന്നത്. ഇവിടെ കുറെ പേര് അനങ്ങാതിരിക്കുന്നു. എന്താണ്? പിന്നെ ഇത് മാത്രമല്ല, ഇപ്പം നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഡയറക്ടറാണ് ചെയ്യുന്നതെങ്കിലും നമ്മൾ 8 ഡയറക്ടേഴ്സും എല്ലാവരും ചേർന്നിട്ടാണ് നമ്മൾ അത് ആലോചിച്ച് തുടങ്ങുന്നതും നമ്മൾ ഫൈനലായിട്ട് ഒരു ഡിസിഷനിലെത്തുന്നത്. TVC ഫാക്ടറിയുടെ പ്രത്യേകതയാണ്. എല്ലാ ഡയറക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പം നമ്മളെല്ലാം ഡയറക്റ്റ് ചെയ്യുന്നതെങ്കിൽ കൂടി എല്ലാവരുടെയും സപ്പോർട്ട് എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് മെച്ചപ്പെടുത്താൻ പറ്റും ഓരോ ആഡും. ഒരു കഥ ഉണ്ടാക്കുന്നതിലുപരി ഒരു ബ്രാൻഡിനെ പൊസിഷൻ ചെയ്യാൻ വേണ്ട സ്ട്രാറ്റജിക് പ്ലാനിങ് എങ്ങനെയാണ് എന്ന് തുടങ്ങുന്ന രീതിയിലാണ് നമ്മൾ കഥ ആലോചിക്കുന്നത്. അതിന് നമ്മളിവിടെ മിക്കവാറും ഏജൻസികളുണ്ടാവും. ഏജൻസികൾ ഇല്ലാത്ത കേസിലും നമ്മളും ഏജൻസികൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യാറുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സപ്പോർട്ടും ചെയ്യും. ഒരു ടെക്സ്റ്റൈൽ ക്ലയൻറ്റ് വന്നു, ഒരു ജ്വല്ലറി ക്ലയൻറ്റ് വന്നു, അല്ലെങ്കിൽ ഒരു കറി പൗഡർ വന്നു. പെട്ടെന്ന് നമ്മളൊരു കഥ ആലോചിക്കുന്നു, മുത്തശ്ശീനെ കൊണ്ടുവരുന്ന വേണോ ആ ക്ലയൻറ്റിന് എന്ന് ആലോചിച്ചതിന് ശേഷം മാത്രമാണ് മുത്തശ്ശി വരത്തുള്ളൂ എന്ന് പറയുന്നതിലാണ് എല്ലാ കാര്യത്തിലും നമ്മൾ ചെയ്യുക. അതായത് എല്ലാത്തിൻ്റെയും എൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കസ്റ്റമർ സർവീസാണ്. കസ്റ്റമർക്ക് ബൈ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് വാങ്ങിക്കാൻ തോന്നണം. അതിനു വേണ്ടിയിട്ട് എങ്ങനെ പരസ്യം ചെയ്യുക എന്നാണ് നമ്മൾ എപ്പോഴും ആലോചിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ ഇൻഡസ്ട്രിയെ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്നതുകൊണ്ട് അഡ്വർടൈസിങ് ഏജൻസീസിന് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ വളരെ നല്ലതാണ്. കാരണം ഞങ്ങൾ എക്സ്ക്ലൂസീവായിട്ട് പ്രൊഡക്ഷൻ മാത്രമേ ഹാൻഡിൽ ചെയ്യുന്നുള്ളൂ. അഡ്വർടൈസിങ്ങിൻ്റെ വേറൊരു മേഖലകളിലേക്ക് ഞങ്ങൾ കിടക്കുന്നില്ല. ഇപ്പോൾ എക്സ്ക്ലൂസീവായിട്ട് ഇപ്പോൾ ഡിനു പോസ്റ്റ് പ്രൊഡക്ഷൻ മേഖലയിൽ ഡിനു വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. പ്രായോഗിക മുടി നരച്ചിരിക്കുന്നത് പ്രായമായതുകൊണ്ടല്ല, എണ്ണയുടെ എന്താ പ്രശ്നം മാത്രം ചെറുപ്പം മുതലേ മുടി ഒത്തിരി ആഡ് ഫിലിം മേക്കേഴ്സ് ഉണ്ട്. നമ്മൾ തമാശക്ക് പറയും എറണാകുളത്ത് കല്ലെടുത്ത് പട്ടീനെ എറിഞ്ഞാൽ പട്ടിക്ക് കൊണ്ടില്ലെങ്കിൽ അത് ആഡ് ഫിലിം മേക്കർക്ക് കൊള്ളുന്നു പറയും. അത്ര ആഡ് ഫിലിം മേക്കറാണ് നമ്മുടെ എറണാകുളത്ത് കറങ്ങി നടക്കുന്നത്. അപ്പം നമ്മളുടെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലയൻറ്റ് നമ്മളൊരു പരസ്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്നെയാണ് ഏൽപ്പിക്കുന്നതെങ്കിൽ നാളെ ഞാൻ ആ വിളിക്കുമ്പോൾ സ്ഥാപനത്തിൽ ഇല്ലെങ്കിലും അതിനൊരു ഉത്തരവാദിത്വം ഉണ്ട് ആ പരസ്യത്തിന്. അതായത് ആഫ്റ്റർ സെയിൽ സർവീസ് എന്ന് പറയുന്ന പോലെ ഒരുപാട് ക്ലയൻസിന് അങ്ങനെ അവർ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ പൈസ അഡ്വാൻസ് കൊടുത്തിട്ട് കാണാത്ത ആഡ് ഫിലിം മേക്കേഴ്സ് എത്ര പേരുണ്ട്? എനിക്കൊന്നത് എങ്ങനെ ദിനേശേട്ടാ ഒരുപാട് സിനിമകൾക്കിടയിലും ഈ കമ്പനി എങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു അതാ ഞങ്ങൾക്കറിയാത്. 2 മെയിൻ തലകൾ 2 പേരും സിനിമാ ഫീൽഡിൽ. ആര് പറഞ്ഞു? ഇത് നമുക്ക് അങ്ങനെ തോന്നുന്നതാണ്, ഞങ്ങളുടെ ഒരു സാന്നിധ്യം കൊണ്ട് അങ്ങനെ തോന്നുന്നതാണ്. കഴിഞ്ഞ വർഷം
എത്ര 162 ഫിലിംസ് എങ്ങാണ്ട് 127 62 എത്ര ഫിലിംസ് ഇറങ്ങിയാലും ഞാൻ ആ 5 ഫിലിമിലാണ് അഭിനയിച്ചത്. അതാണ് പറഞ്ഞത്. അപ്പോൾ ആ 5 ഫിലിം കൊണ്ട് അതെ, അപ്പോൾ പക്ഷേ ഒത്തിരി പടത്തിൽ അഭിനയിച്ച പോലെ തോന്നുന്നതാണ്. പക്ഷേ കൂടുതൽ സമയം നമ്മുടെ 75% ടൈമും നമ്മൾ ഡെവോട്ട് ചെയ്യുന്നത് അഡ്വർടൈസിങ് TVC ഫാക്ടറിക്ക് വേണ്ടി തന്നെയാണ്. നമുക്ക് ഒത്തിരി മീറ്റിംഗ്സ് ഉണ്ട്, ഒത്തിരി ആളുകളെ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഓഫീസിൽ തന്നെ ഒത്തിരി മീറ്റിംഗ്സ് ഉണ്ട്, കൺസെപ്റ്റ് ഡിസ്കഷൻസ് ഉണ്ട്, ലൊക്കേഷൻ ഹണ്ടിങ്സ് ഉണ്ട്. അങ്ങനെ ശരിക്കും ഒരു ടീം എഫേർട്ടാണ് കംപ്ലീറ്റ്ലി. അത് പറഞ്ഞ പോലെ ഒരിക്കലും ഒരു ആഡ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ആഡ് പിന്നെ 3-4 വർഷത്തേക്ക് അതിൻ്റെ ഒരു ഫോളോ അപ്പ് നമ്മുടെ കമ്പനിയിൽ നിന്ന് തന്നെ ഉണ്ടാവും. അത് അവരടുത്ത് പരസ്യം ചെയ്യുന്നവരെ എത്ര വർഷങ്ങൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ള പല ക്ലയൻസും ഞങ്ങളുടെ ഒപ്പം തന്നെ 10-15 വർഷമായിട്ടുള്ളവരാണ്. കാരണം അവരൊന്നും വേറൊരു പ്രൊഡക്ഷൻ ഹൗസിലേക്ക് പോകുന്നില്ല. ഏത് സമയത്തും അവിടെ നിന്ന് ഒരു ഫോൺ കോൾ മതി അവരുടെ ഒരു പരസ്യത്തിന് ഒരു എന്തെങ്കിലും ചേഞ്ചസിനോ അല്ലെങ്കിൽ ഒരു പുതിയ പരസ്യം ചെയ്യാനോ ഐഡിയ ആലോചിക്കാനോ എല്ലാം നമ്മളുടെ അടുത്ത് വരുന്ന ക്ലയൻസ് എല്ലാം നമ്മളോട് തന്നെ പിന്നെ വർഷങ്ങളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു രഹസ്യം അതാണ്. എങ്ങനെയാണ് ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നത്? കാരണം എവിടെ ഒരു 10 പേര് ചേർന്നാൽ എന്തായാലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ സാധാരണ രീതിയിൽ നമ്മൾ കണ്ടുവരുന്നതാണ്. അപ്പം പക്ഷേ നിങ്ങൾ ഈ 10-30 അല്ലെങ്കിൽ 10-15 പേര് ചേർന്നിട്ട് പോലും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാതെ ഇത്രയും വർഷങ്ങളായിട്ട് നിങ്ങളിത് കൊണ്ടുപോകുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഓരോരുത്തർ സ്വീകരിക്കുന്ന നിലപാടുകളാണ് നല്ലത്. ആ നിലപാടുകളുടെ ക്ലാരിറ്റിയും അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഭംഗിയും കൊണ്ടാണ് മറ്റുള്ളവർ നിൽക്കുന്നത്. എങ്ങനെയാണ് ഇവരൊക്കെ സെലക്ട് ചെയ്തെടുത്തത്? സ്റ്റാർട്ടിങ് നിങ്ങൾ രണ്ടുപേരും അങ്ങനെയല്ല. അതായത് ഇപ്പോൾ ഇന്നിപ്പോൾ TVC ഫാക്ടറി ശരിക്കും പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റി പോലെയായി. ഇവിടെ ഒരു മലയാള സിനിമയിലേക്കൊന്നല്ല പരസ്യത്തിൻ്റെ ലോകത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാർക്ക് തീർച്ചയായിട്ടും TVC ഫാക്ടറിയിലേക്ക് കടന്നു വരാം. ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാം ഒരു സ്കൂൾ ഇതുപോലെ? ഇപ്പൊ തന്നെ നമ്മളിൽ പലരും പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി ക്ലാസ് എടുക്കുന്നവരാണ്. ടീച്ചേഴ്സ് അല്ലേ ഇരിക്കുന്നവർക്ക്? ടീച്ചേഴ്സ് ആണല്ലോ, പലരും ടീച്ചേഴ്സ്. മിക്കവാറും ഓരോ പ്രോജക്റ്റിനും ഒരു 4-5 കുട്ടികൾ അപ്രന്റീസ്ഷിപ്പിന് വരാറുണ്ട്. അവരത് ചെയ്തു പോകാറുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന പിള്ളേർ വന്ന് പോകാറുണ്ട്. ഒരു കണക്കെടുത്തിട്ടില്ല, ഒരു 10-300-അധികം പിള്ളേർ നമ്മളിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ പരസ്യത്തിൻ്റെ ലോകത്തേക്ക് തന്നെ വരും. പിന്നെ ആര് ആഡ് ഫിലിം മേക്കേഴ്സ് ആയാലും അവർക്കൊക്കെ ചെയ്യാൻ ആവശ്യമുള്ള ബിസിനസ് നമ്മുടെ കേരളത്തിലുണ്ട്. പിന്നെ ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ കുറച്ചും കൂടെ കേരളവും വിട്ട് ഇപ്പോൾ ബോംബെയും ദുബായും കൂടെ ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ചും കൂടെ പിള്ളേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഒരു ലെവലിലാണ്. അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ വന്നോട്ട്. ഗൗതമൊക്കെ സിനിമ ആക്ടറും കൂടിയാണ്. നമ്മുടെ വിക്രമാദിത്യൻ ദുൽഖറിന്റെ കൂടെ. ഗൗതമേ എന്തെങ്കിലുമൊക്കെ പറ, ഓണമൊക്കെ അല്ലേ, ഒന്ന് കൊഴിപ്പിച്ചേ. ഭാരത മാതാ കി ജയ്. TVC ഫാക്ടറിയിലേക്ക് ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞ് കഴിഞ്ഞ ദിവസം ഒറീസ ബംഗാളിൽ നിന്ന് 2 പേര് ഇവിടെ ചേരാൻ വേണ്ടി വന്നിരുന്നു. അന്യഭാഷ തൊഴിലാളികളെ പോലും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. അങ്ങനെ വന്ന ഒരു അന്യഭാഷക്കാരൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അത് പുള്ളി അടുത്ത് തന്നെ ജോയിൻ ചെയ്ത് നമ്മുടെ ഒപ്പം. ഗൗതം സത്യത്തിൽ ഹൈദരാബാദിൽ നിന്നാണ് വന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കേരളത്തിൽ നിന്നല്ല വന്നത്, ഹൈദരാബാദിൽ നിന്ന് വന്ന് TVC ഫാക്ടറിയിൽ ജോയിൻ ചെയ്യാനുണ്ടായത്. അത് വലിയ മനുഷ്യവാസം പോലും ഇല്ലാത്തൊരു ഏരിയയിൽ നിന്നാണ് അബിൻ വന്നിരിക്കുന്നത്. വയനാട്ടിൽ നിന്ന്. അല്ല, അത്രമാത്രം വളർന്നു എന്നാണല്ലോ. വയനാട് മനുഷ്യവാസം ഇല്ലാതൊന്നുമില്ല. ഡയറക്ടർ ആവാൻ ആഗ്രഹിച്ചിട്ട് വന്ന് കയറിപ്പെട്ടത് 10-300 പരസ്യം ചെയ്ത സിംഹങ്ങളുടെ മടയിലാണെന്ന് ആണോ? അപ്പൊ ഇത് കഴിഞ്ഞ പാർട്ടി ഉണ്ട്. അപ്പൊ നമ്മുടെ അബിൻ അല്ലേ, അബിന്റെ ബർത്ത്ഡേ ആണ്. നമുക്ക് അബിൻ അപ്പൊ വിഷ് ചെയ്യാം. അപ്പൊ നമുക്കൊരു ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. ഇത് കഴിഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായി. നമ്മുടെ കൂടെ അപ്പൊ ജിൻസിന്റെയും ബർത്ത്ഡേ ആണ്. കേക്ക് മുറിക്കുമ്പോ ജിൻസിനും കൂടെ ഉണ്ടാണ്. ജിൻസിനും കൂടി ഹാപ്പി ബർത്ത്ഡേ. ഇന്ന് ജിൻസിന് ഹാപ്പി ബർത്ത്ഡേ. നമ്മൾ ഇന്ന് ശരിക്കും അടിച്ചു പൊളിക്കും. 2 ബർത്ത്ഡേ ആണ്, അതിന് കൂടുതൽ TVC.